മെയിൻ ഹൈവേ ബസ് റൂട്ട് കണ്ടേക്കാണ്. ഞാൻ നേരെ കാണുന്ന കോപ്പറേറ്റീവ് ബാങ്കാണ്. അവിടെ നിന്ന് ഒരു 100 മീറ്റർ കൂടി ഇങ്ങനെ പോരുമ്പോഴാണ് ഈ കാണുന്ന വെറും 11 മാസം മാത്രം പഴക്കമുള്ള സൂപ്പർ ഒരു വീട്. ഇപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഈ വീട്ടിൽ വെറും 2 പേര് മാത്രമേ താമസമുള്ളൂ. ബാക്കി എല്ലാവരും ഓസ്ട്രേലിയയിലും അവിടെയൊക്കെയാണ്. ഇവരെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകണം. അധികാരമുള്ള വീട്. അപ്പൊ ഇത് പൂട്ടിയിട്ടിട്ട് പോകണ്ടില്ല എന്ന് കരുതിയാണ് ഈ വീട് കൊടുക്കാന്ന് വിചാരിച്ചത്. അല്ല മുറ്റൊക്കെ ഇങ്ങനെ നോക്കി എന്റെ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. എന്താ ഒരു ഭംഗി നോക്കി. ഇഷ്ടം പോലെ തെങ്ങും മാവും പ്ലാവും വേണ്ട കാർപ്പോ 2 കാർ പാർക്ക് ചെയ്യാനുള്ള പോർച്ചുണ്ട്. ഫ്രണ്ടിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യുക. അത്രയും സൗകര്യമുള്ള ഗ്രാൻഡ് ഒരു വീട്. നമ്മുടെ വീടിന്റെ ഒരു ലുക്ക് ഔട്ട്ലുക്ക് ഉണ്ടല്ലേ, കാരണം അത്രയും ഗ്രാൻഡായിട്ട് പണിതിട്ടുണ്ട്. പൂന്തോട്ടവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ബാക്കിൽ തെങ്ങ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രൈസ് അടിക്കുന്ന ആളുടെ ഇത് പൈസ ഇട്ട് കൊടുക്കുന്ന ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയോട്ടെ. കാരണം ഇത് നമ്മൾ ചെയ്യണതിന് നിങ്ങൾക്ക് തെളിവ് വേണ്ടേ. അപ്പോൾ അത് കാരണം നമ്മൾ ഇട്ട് കൊടുത്തേക്കാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ്. ബാക്ക് സൈഡ് കണ്ട ഇഷ്ടംപോലെ സ്ഥലം, ആവശ്യത്തിനുള്ള തെങ്ങും പിന്നെ പുതിയ തെങ്ങൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം 26 സെന്റ് സ്ഥലമുണ്ട്, ആവശ്യത്തിന് സ്ഥലമുള്ളതാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ പുറവും ഇതൊക്കെ ഇത്രയും ഇതായിട്ട് കാണിച്ചോട്ടെ. ഇനി നമുക്ക് വീടിന്റെ അകത്തോട്ട് ഇന്ന് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. വീടിന്റെ അകത്താണ് കാണാനുള്ളത്. ഇത് കോട്ടിയാടൊക്കെ കണ്ട, ഇത് നമുക്ക് വീടിന്റെ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരാം. ഞാൻ അകത്തുനിന്ന് കാണിച്ചു തരട്ടെ. അത്രയും ഗ്രാൻഡായിട്ട് പണിതൊരു വീടാണിത്. ഗ്രാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്കാ വീട്. ഇഷ്ടംപോലെ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടല്ലോ, ഇതിൽ കൂടിയാണ് നമുക്ക് ലോറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. കാരണം ഫ്രണ്ടിൽ കൂടി കയറ്റാണ്ടേ ഈ ബാക്കിൽ ലോറിയും കാര്യങ്ങളും വരാൻ വേണ്ടി ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് റോഡുണ്ട്, 2 റോഡുണ്ട്. അപ്പൊ അങ്ങനെ 2 ആക്സസ് ആണുള്ളത്. ഇത് കാർ പോർച്ച്, ഇതൊക്കെ വീടിന്റെ സെപ്പറേറ്റ് ആണ്. കുരുമുളകൊക്കെ വളർത്തിയേക്കണത് നടാൻ വേണ്ടി വെച്ചേക്കണുണ്ട്. നട്ടിട്ടില്ല, അതൊക്കെ നടാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കണുണ്ട്. എന്ത് ഭംഗിയാണെന്ന് പറയാം. ഈ വീടിന്റെ ബാൽക്കണിയിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് കാണണം, എന്നാൽ ഈ വീടിന്റെ യഥാർത്ഥ ഭംഗി മനസ്സിലാവുള്ളൂ. അത്രയും നല്ലൊരു വീട്. കാരണം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ടൊരു വീട് സ്വന്തമാക്കാം. കാരണം ഇതേകൂടത്ത് ഇത്ര സ്ഥലം മേടിച്ച് നിങ്ങൾ വീടൊക്കെ പണിയണമെങ്കിൽ നിങ്ങൾ 2 വർഷം പോകും. നമ്മൾ ഇന്നത്തെ ചോദ്യത്തിലുള്ള കസേര കണ്ടിരിക്കണം. കാരണം ഇത് എത്ര ഉണ്ടെന്ന് നിങ്ങൾ എണ്ണിക്കോ ആ ഉത്തരം ടൈപ്പ് ചെയ്തിട്ടായിരിക്കാണ് പ്രൈസ്. ഇതേ വാതില്, സെറ്റ് കാര്യങ്ങൾ, ഫുൾ ഫർണിച്ചർ അടക്കൊണ്ട് വീടിന്റെ സെയില് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ്. അതേപോലെ തന്നെ ഇഷ്ടം പോലെ തേക്കാണ് ഉപയോഗിച്ചേക്കണം. ഇതാണ് TV ഏരിയ വന്നത്. അത് പുറത്തുനിന്ന് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ സംസാരിക്കാൻ, ഇത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് TVയും കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒരു സ്പേസ്. ഹാളിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കൊള്ളുന്നുണ്ടോ, നല്ല വലിപ്പമുള്ള ഹാളാണ്. ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇതേ സ്റ്റെയർ കേസിന്റെ അടിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയ ഞാൻ അപ്പുറത്താണ് വെച്ചാൽ കോർട്ട്യാർഡില്ലേ ആണ്. സർവെന്റിന് ഒരു റൂമുണ്ട്. കാരണം ഇവിടെ ഓൾറെഡി സർവെന്റ് ഉള്ളതാണ്. അപ്പൊ സർവെന്റിനുള്ള റൂമാണത്. വാഷ് കൗണ്ടർ ഏരിയ ഒക്കെ കണ്ട എന്ത് ഗ്രാൻഡാണെന്നറിയാം. കണ്ട പക്കാ ലുക്കൊരു വാഷ് കൗണ്ടർ ഏരിയ. ഇനി നിങ്ങൾ കിച്ചണിലോട്ട് നോക്കിയോ, ഇതാണ് മെയിൻ കിച്ചൺ. ഇതിന്റെയൊക്കെ സ്റ്റോറേജ് സ്പേസും സൗകര്യം നോക്കിക്കോട്ടെ. കണ്ട ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തേക്കണം. കണ്ട അത്രയാണ് ഞാൻ പറഞ്ഞില്ല, സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിക്കണ വീടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഗ്രാൻഡ് ആയിരിക്കും. ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് എന്റെ സെക്കൻഡ് കിച്ചൺ ഉണ്ടത്. ഇത് അങ്കമാലി അത്താണി കണ്ട, അത്താണിക്കടുത്ത് മേക്കാടാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത്. നീ കണ്ട ഫ്രിഡ്ജൊക്കെ ഇരിക്കാൻ വേണ്ടിയുള്ള സ്പേസ് കണ്ട, അതിന്റെ തൊട്ടിപ്പുറത്ത് കബോർഡ് കാര്യങ്ങൾ, ഓവനുള്ള സ്പേസ് വേറെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ചെയ്തേക്കണം. ഇതിന്റെ ബെഡ്റൂം കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു നോക്കിയോ. സർവെന്റിന്റെ റൂമാണ്ട, സർവെന്റിനുള്ളതാണ്. കാരണം നമ്മുടെ ഓൾറെഡി സർവെന്റ് ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി കോർട്ട്യാർഡ് നമുക്കിനി ഒരു ബെഡ്റൂമായിട്ട് കാണാം. താഴത്തെ ഫ്ലോറിൽ 2 വലിയ ബെഡ്റൂമാണുള്ളത്.
അതിനൊക്കെ വലിയ കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന കബോർഡാണ്, നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളുള്ള കബോർഡ്. നിങ്ങൾ വന്ന് നേരിട്ട് കാണണം. ഡ്രസ്സിങ് ഏരിയ, എല്ലാ സൗകര്യമുള്ള ഗ്രാൻഡ് ഒരു വീട്. 26 സെന്റ് സ്ഥലത്ത് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള 3000 സ്ക്വയർ ഫീറ്റ് വീട്. ഈ വീടിന് ചോദിക്കുന്ന വില 3,60,00,000 രൂപയാണ്. കാരണം ഈ ഫർണിച്ചർ എല്ലാം അടക്കമുണ്ട്. കാരണം എല്ലാവരും ബ്രാൻഡാണ്. കോട്ടിയടക്കം ഉണ്ട്. കാരണം ഇതിന്റെ പുറത്തും അകത്തൊക്കെ ആയിട്ട് ഒരുപാട് പൈസ മുടക്കിയിട്ടുണ്ട്. കോമ്പൗണ്ട് വാളും കാര്യങ്ങളും എല്ലാനും. ഇതിപ്പോ നിങ്ങൾ ഇപ്പൊ പണിയാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പൈസ ചിലവും. കോമൺ ബാത്റൂം, ഇതാണ് കോമൺ ബാത്റൂം തന്നെ. നിങ്ങൾ ഇവിടെ വന്ന് നോക്കിയിട്ട് എല്ലാ കുറെ ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ട്. 60,000 രൂപയുടെ ലൈറ്റ് വരെയുണ്ട് ഇവിടെ. ഒരു ലൈറ്റിന്റെ വിലയാണ് 60,000 രൂപ. അത് 3 വർഷം വാറണ്ടി ഉള്ളത്. ഈ റൂമിലാണ് ഇപ്പൊ എല്ലാവരും ഉള്ളത്. അപ്പൊ ഞാനത് കാരണം അവിടെ ഒരാളുണ്ട്. അപ്പൊ അത് കാരണം ആ രീതി കാണിക്കുന്നില്ല. ഇത് അതിന്റെ ഡ്രസ്സിങ് ഏരിയ കാര്യങ്ങള്, അതിന്റെ ബാത്റൂം. താഴത്തെ ഫ്ലോറിൽ 2 ബാത്റൂമാണുള്ളത്, 2 ബെഡ്റൂം, 2 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം. ഇനി നമുക്ക് നേരെ മുകളിലോട്ട് കയറാം. ഈ സ്റ്റെപ്പിന്റെ ഒക്കെ വീതി നോക്കിക്കോട്ടെ, വീതി നീളം എല്ലാം നല്ല വലിപ്പമുള്ള സ്റ്റെപ്പാണ്. വലിയൊരു ജനലും കൊടുത്തിട്ടുണ്ട് ആ ഒരു സൈഡിൽ. ഇതൊക്കെ സ്റ്റെയർ കേസ് ഒക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആയിട്ടാണ്. സിറ്റ് ഔട്ട് എല്ലാം ഗ്രാനൈറ്റ് ആണ്. ഇവിടെ ചെയ്തേക്കണ വർക്കുകളെല്ലാം എന്താ ബ്രാൻഡഡ് മെറ്റീരിയലും. നിങ്ങൾ ഇവിടെ നേരിട്ട് എല്ലാം വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ വീടിനാണെങ്കിൽ 10 മാസം പഴക്കമുള്ളൂ. ഇപ്പോൾ വലിയൊരു ഹാളുണ്ട് ഇവിടെ. നമുക്ക് ഒരറ്റത്ത് നിന്നുണ്ടെങ്കിൽ കാണാട്ടോ. വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിൽ നമുക്ക് നടത്താൻ പറ്റും. ഫ്രണ്ടിൽ പന്തലിട്ട് കിടന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം, അതിനും കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിന്റെ കബോർഡാണ് ഈ കാണുന്നത്. അതിന്റെ ബാത്റൂം, അതാണ് എന്റെ ബാത്റൂം. അല്ല ഇവിടെ ആളില്ല, ഇവര് വിദേശത്തോട്ട് പോണേന്. അപ്പൊ അത് കാരണം പിന്നെ ഈ വീട് പൂട്ടിയിട്ടിട്ട് പോകേണ്ടി വരും. അപ്പൊ വീട് നശിച്ചു പോകും. അപ്പൊ അത് കാരണം ഒരു വിറ്റിട്ട് പോകാൻ കരുതിയത്. അങ്ങനെ ഇത്രയും വലിയ വീട് പണിതിട്ട് അവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ലെന്നുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം മുകളിലത്തെ നിലയില. ഇതിന്റെ കബോർഡൊക്കെ കണ്ട, നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡാണ്. എല്ലാ റൂമും AC കാര്യങ്ങൾ ഇല്ലാത്ത സൗകര്യമിലൂടെ നിങ്ങൾ വന്ന് വെറുതെ വന്ന് ഡ്രസ്സായിട്ട് ഒന്ന് താമസിക്കുന്നുണ്ട്. അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിടക്കുന്ന വീട്. അതിന്റെ ബാത്റൂം കണ്ട, എന്ത് നീറ്റ് ആൻഡ് ക്ലിയർ ആണെന്ന് ഞാനല്ലേ. വെറും 10 മാസം പോലും പഴക്കൂല. അതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. നമ്മൾ ഇതേ കൊടുത്തൊരു വീട് പണിത് സെറ്റ് ആക്കണമെങ്കിൽ എത്ര കോടി രൂപ ചിലവാകുമെന്നറിയോ? അങ്ങനെ 26 സെന്റ് സ്ഥലത്തിന് തന്നെ വരും ഒരു 2 കോടി എടുക്കുക ഇവിടെ. അപ്പൊ തന്നെ നല്ലൊരു പൈസ അതിന് മാറി. അതിന്റെ കോമ്പൗണ്ടുകൾ കാര്യങ്ങളെല്ലാം കണ്ടില്ല, പുതിയതാണ് എല്ലാം കിട്ടിയേക്കണം. ഇവിടെ നോക്കുമ്പോൾ ആ ഒരു വ്യൂ നോക്കി, അത് നല്ല പ്രൈം ലൊക്കേഷൻ, നല്ല സൈലന്റ് ഏരിയ. ഹൈവേ 100 മീറ്റർ മാറി നിൽക്കണ കാരണം ഈ ഹോണടി ശബ്ദങ്ങളോ കാര്യങ്ങളോ അങ്ങനെയുള്ള ശല്യങ്ങളോ ഒന്നുമില്ലാണ്ട് നമുക്ക് താമസിക്കാം. ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഞാൻ ഒരു ഫംഗ്ഷൻ നടന്നത്, ഇതിൻ്റെ അകത്ത് ഒരു 4 കസേര ഉണ്ടല്ലോ, 2 വെച്ച്. അത് ഞാനിപ്പോഴേ പറഞ്ഞു, നിങ്ങൾ ബാക്കിയുള്ളതിൻ്റെ എണ്ണ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെണ്ണം കിട്ടൂല. ഇതിൻ്റെ അത് കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ അത് 4 കസേര ഉണ്ട്, വേണമെങ്കിൽ അത് നിങ്ങൾ കൂട്ടിക്കും. അത് കൂട്ടി പറഞ്ഞു, അല്ലെങ്കിൽ എണ്ണം തെറ്റിപ്പോവും. അത് മൂടിയിട്ടേക്കണാണ്. അത് ഞാൻ പറഞ്ഞാണ് അതിൻ്റെ ഉത്തരം. അങ്ങനെ മൂടിയിട്ടേക്കണത് നമ്മൾ പറയാതിരിക്കരുതല്ല. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നേരിട്ട് ഓണറായിട്ട് കണക്ട് ചെയ്ത് തരാം. നിങ്ങൾക്ക് നേരിട്ട് ഈ വീട് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഈ ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം ഈ വില പിന്നെ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം കേട്ടോ. ഓണറോട് സംസാരിച്ച് തീരുമാനിക്കാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ